മേജർ സിന്നുകൾ വാഗ്ദത്തങ്ങളെ കട്ട് ചെയ്ത് കളയും കേട്ടോ. മേജർ സിന്നുകൾ, ഞാനത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മേജർ സിന്നുകൾ എന്തായിരിക്കും ഈ മേജർ സിന്ന്? എൻ്റെ ഭാഷ്യത്തിൽ വ്യഭിചാരം മേജർ സിന്നാണ്. വാഗ്ദത്തങ്ങളെയും വെളിപ്പെടുവാനിരിക്കുന്ന സകല ഉയർച്ചകളെയും അത് ക്യാൻസൽ ചെയ്ത് കളയും. സ്തോത്രം. വിഗ്രഹാരാധന മേജർ സിന്നാണ്. അങ്ങനെ പലതും പലതും പലതും. ഹല്ലേലൂയ. അപ്പം നമുക്കുള്ളതിനെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റണം. ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പോലും ദൈവം വെറുക്കുന്ന കാര്യമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇനി ദ്വയാർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ഡിക്ഷണറി നോക്കിയാൽ മതി. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പോലും ആത്മീകനിൽ നിന്നുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം വെറുക്കുന്ന കാര്യം അത്. സ്തോത്രം. അവിടെയും കൊള്ളും ഇവിടെയും കൊള്ളുന്ന ടൈപ്പിലുള്ള വർത്തമാനം, അതായത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ. അതൊക്കെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയും. എഫേസ്യലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഈ സംഗതികളെല്ലാം കിടപ്പുണ്ട്. പക്ഷെ നോർമൽ മലയാളം ബൈബിളിൽ വായിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന ആശയങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിലായി എന്ന് വരത്തില്ല. അത് ദൈവവചനവുമായിട്ട് ബന്ധമുള്ള ദൈവദാസന്മാരോടും ചോദിച്ചാൽ മതി എന്താ പറയുന്നതെന്ന്. മേൻ അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അശ്ലീലം ചേർത്ത് സംസാരിക്കുക. അതുപോലും ദൈവം പെർമിറ്റ് ചെയ്യുന്ന കാര്യമല്ല. സ്തോത്രം. വാഗ്ദത്തങ്ങൾ ക്യാൻസൽ ആയി പോകും കേട്ടോ. ഈ ചില ഘട്ടത്തിൽ ചില അനുസരണക്കേടുകൾ പോലും വാഗ്ദത്തത്തെ കട്ട് ചെയ്ത് കളയുന്നതാണ്. ശൗല് വ്യഭിചാരം ചെയ്തില്ല, ശൗല് വിഗ്രഹത്തെ ആരാധിച്ചില്ല, ശൗല് അനുസരണക്കേട് കാണിച്ചതേ ഉള്ളൂ, അഭിഷേകം മാറിപ്പോയി. അപ്പോ അഭിഷേകം നിലനിർത്തി പോകണമെങ്കിൽ അതിന് ഇച്ചിരി തൊല്ലയുണ്ട്. ആ വാക്ക് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നേ. അഭിഷേകത്തെ നിലനിർത്തി പോകണമെങ്കിൽ അതിന് കുറെ ഉത്തരവാദിത്വങ്ങളുണ്ട് കേട്ടോ. അതിമഹത്വം വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ അനുഭവിക്കണമെങ്കിൽ അതിന് ഉത്തരവാദിത്വമുണ്ടെന്ന്. ആമേൻ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കും. ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സവിശേഷത, അവിടെ നിന്നാണ് ആ തിരിച്ചറിവിൽ നിന്നാണ് കർത്താവ് നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകുന്നത്. ആമേൻ. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവൻ എന്താ ചെയ്യുന്നത് ശ്രദ്ധിച്ച്, ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുക. ആ വാക്കൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്, ഒന്നുകൂടെ ഞാൻ പറയാം, ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്, then we could escape our evil desire and the corrupt influence of this world. Hallelujah. എന്തിനാണെന്നറിയാമോ? അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ. റെജിയായി നിൽക്കാൻ വേണ്ടിയല്ല വിളിക്കപ്പെട്ടത്. റെജിയെ വിളിച്ചത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാനാണ്. Partakers of the divine nature. ദൈവത്തിന്റെ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുക. ചിലരൊക്കെ പറയത്തില്ലേ, എന്റെ സ്വഭാവം തന്നെ എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. സ്തോത്രം. ആ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപാണ്. അവിടം തൊട്ട് മാറ്റം വരണം. നിങ്ങൾ മാറേണ്ടത് ദിവ്യ സ്വഭാവത്തിലേക്കാണ്. അതാ ഞാൻ പറഞ്ഞത്, പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ. ആ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികൾ. സ്തോത്രം.